$7.5 ലക്ഷം ചെലവഴിച്ചാണ് ടൈറ്റാനിക് നിർമ്മിച്ചത്. 1909 മാർച്ച് 31 ആരംഭിച്ച ടൈറ്റാനിക് നിർമ്മാണം 4 വർഷമെടുത്തു പൂർത്തിയാകാൻ. ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങി. ആഡംബര ഹോട്ടലിനേക്കാൾ സൗകര്യങ്ങളോടെ നിർമ്മിച്ച കപ്പൽ, ആർഭാടത്തിൻ്റെ അവസാന വാക്കായ കപ്പൽ അവസാനം ചെന്നെത്തിയത് ദുരന്തത്തിൽ. അയർലൻഡിലെ ഹർലാൻഡ് ആൻഡ് വുൾഫ് എന്ന കപ്പൽശാലയാണ് ടൈറ്റാനിക് നിർമ്മിച്ചത്. RMS ടൈറ്റാനിക് അല്ലെങ്കിൽ റോയൽ മെയിൻഷിപ്പ് ടൈറ്റാനിക് UK-യിലെ സൗതാംപ്ടൺ തുറമുഖത്ത് നിന്ന് യാത്ര ആരംഭിച്ചു. ഏകദേശം 269 മീറ്റർ നീളം, 28 മീറ്റർ വീതി, 54 മീറ്റർ ഉയരം, അതുപോലെ തന്നെ 46,328 ടൺ ഭാരം. കപ്പലിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ 44 കിലോമീറ്റർ. ഏകദേശം 20 ബസ് നിരത്തി നിർത്തിയാൽ എത്ര ദൂരമുണ്ടാകുമോ അത്രയും ദൂരമുണ്ട് ടൈറ്റാനിക്കിന്. 2228 പേരിൽ യാത്ര ആരംഭിച്ച ടൈറ്റാനിക് കപ്പൽ 1912 ഏപ്രിൽ 14 രാത്രി ഒരു മഞ്ഞുമലയിൽ ചെന്നിടിക്കുകയും ഏപ്രിൽ 15 കപ്പൽ മുങ്ങുകയും ആ മഹാദുരന്തത്തിൽ 1500 പേരിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. 20-ൽ താഴെ ലൈഫ് ബോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യൂറോപ്പിൽ നിന്ന് ന്യൂയോർക്കിലോട്ട് യാത്രയായ ഈ കപ്പൽ ഇന്നും ലക്ഷ്യസ്ഥാനത്തെത്താറായിട്ടില്ല. 2228 പേരിൽ യാത്ര ആരംഭിച്ച ഈ കപ്പലിൽ അവശേഷിച്ചത് വെറും 728 പേർ മാത്രം. 1500-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. RMS ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ ന്യൂഫൗണ്ട്ലാൻഡിൻ്റെ തീരത്ത് നിന്നും 600 കിലോമീറ്റർ ദൂരത്തും 1200 അടി ആഴത്തിൽ 2 ഭാഗങ്ങളായി സ്ഥിതി ചെയ്യുന്നു. 1912 മുങ്ങിയ കപ്പൽ 1985 വരെ കണ്ടെത്താനായില്ല. ആ കപ്പൽ കണ്ടെത്തുവാനും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും പലവട്ടം പരാജയപ്പെടുകയും ചെയ്തു. ആ കപ്പൽ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ബഹിരാകാശം കീഴടക്കാൻ ഇറങ്ങിയതിലും വലിയ പ്രയാസമായിരുന്നു. 40 അടി അതായത് 12 മീറ്റർ താഴ്ചയ്ക്കപ്പുറം ഒരു ശരാശരി മനുഷ്യന് ഡൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴാണ് 500 മീറ്റർ താഴെയുള്ള ഈ കപ്പൽ ഒരുപാട് പ്രയത്നങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി ടൈറ്റാനിക് സാൽവേജ് കമ്പനി എന്നൊരു പ്രസ്ഥാനം വരെ രൂപീകരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1985 സെപ്റ്റംബർ 1 ടൈറ്റാനിക് കപ്പലിനെ തിരിച്ചറിഞ്ഞു. 1997 ജെയിംസ് കാമറോൺ കഥയും തിരക്കഥയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിച്ച ടൈറ്റാനിക് ദുരന്തത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് ടൈറ്റാനിക്. ഇന്നും ടൈറ്റാനിക് എന്ന മഹാദുരന്തത്തെ നാം എല്ലാവരും സ്മരിക്കുന്നു.